ഭഗവാൻ ശ്രീകൃഷ്ണനും ബലരാമനും വിദ്യ അഭ്യസിക്കാനായി സന്ദീപനി മഹർഷിയുടെ അരികിലാണ് വന്നത്. സകല ശാസ്ത്രങ്ങളിലും അസാമാന്യ പാണ്ഡിത്യമുണ്ടായിരുന്ന അദ്ദേഹം തൻ്റെ അറിവ് മുഴുവനും ആ കുട്ടികൾക്ക് പകർന്നു നൽകി. അവർ അത് ശ്രവണ മാത്രയിൽ തന്നെ ഇരുവരും അത് മനസ്സിലാക്കുകയും അതിൻ്റെ സാരവും എല്ലാം അദ്ദേഹം കുട്ടികളെ വേഗം തന്നെ മനസ്സിലാക്കി കൊടുക്കുകയും കുട്ടികളത് പഠിക്കുകയും ചെയ്തു. ഗുരുകുല വിദ്യാഭ്യാസമെല്ലാം വളരെ വേഗം അവസാനിച്ചു. ഇരുവരും ഗുരുവിന് ദക്ഷിണയൊക്കെ നൽകി ഇനിയും മടങ്ങണം. അവർ ഗുരുവിനോട് ചോദിച്ചു, എന്ത് ദക്ഷിണയാണ് ഞങ്ങൾ നൽകേണ്ടത്? ഗുരു അപ്പോൾ പറഞ്ഞത് തൻ്റെ പുത്രനെ വീണ്ടെടുത്ത് നൽകണമെന്നാണ്. പ്രഭാതത്തിൽ കുളിക്കുവാനായി പോയ പുത്രനെയാണ് കാണാതായത്. ഗുരുവിൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കുവാനായി അവരിരുവരൂടെ ആ സമുദ്രതീരത്ത് തന്നെ എത്തി. അവരെ കണ്ട സമുദ്രദേവനായ വരുണൻ ഇരുവരുടെയും അരികിലെത്തി നമസ്കരിച്ച ശേഷം എന്താണ് വേണ്ടതെന്ന് ആരാഞ്ഞു. തങ്ങളുടെ ഗുരുപുത്രനെ തിരികെ നൽകണമെന്നവർ ആവശ്യപ്പെട്ടു. എന്നാൽ ഗുരുപുത്രനെ താൻ അപഹരിച്ചിട്ടില്ലെന്നും പഞ്ചജൈനൻ എന്നു പേരുള്ള ഒരസുരനാണ് അവനെ ബന്ധനസ്ഥനാക്കിയിരിക്കുന്നതെന്നും വരുണ ഭഗവാൻ അറിയിച്ചു. ഇത് കേൾക്കേണ്ട താമസം ഭഗവാൻ ആ അസുരനരികിലേക്ക് ആ നദി നീന്തിയെത്തി. ഒരു ശംഖിനുള്ളിലാണ് ഈ അസുരൻ്റെ വാസം. നീണ്ട പോരാട്ടത്തിനൊടുവിൽ കണ്ണൻ ആ അസുരനെ വധിച്ചു. പാഞ്ചജന്യം എന്ന ശംഖ് സ്വന്തമാക്കുകയും ചെയ്തു. ഗുരുപുത്രനെ മോചിപ്പിച്ചു. ഇപ്രകാരം ഇരുവരും തങ്ങളുടെ ഗുരു ആവശ്യപ്പെട്ട ദക്ഷിണ അദ്ദേഹത്തിന് അരികിലെത്തിച്ചു കൊടുത്തു. സന്തുഷ്ടനായ സന്ദീപനി ഇരുവരെയും ആശീർവദിച്ചു. ഗുരുവിൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങിയ ഇരുവരും ആനന്ദപൂർവ്വം മധുരാപുരിയിലേക്ക് മടങ്ങിയെത്തി. ഇരുകൈയും നീട്ടി മധുരാപുരവാസികൾ അവരെ സ്വീകരിച്ചു. എത്ര സന്തോഷകരമായ മുഹൂർത്തമാണ്!